ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വൈകുന്നു എന്ന് വെച്ചാൽ, ആ ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യോഗ്യമായിട്ടില്ല. ദാറ്റ്സ് എ പോയിൻറ്റ്. മനസ്സിലായില്ലേ? ഉടമ്പടി, എൻ്റെ പോയിൻ്റ് എന്താണ്? ചിലർക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെക്കും ഒരു റേഞ്ച് ഒക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ല നിൽക്കണത്. ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പനിലൂടെയൊക്കെ കൊണ്ടുവന്ന ജീവിത അനുഭവങ്ങളിലൂടെ, രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങൾ. ഈ 3 ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾ തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിർത്തും. മിഥുൻ്റെ പണി പോയി. അതാണ് വിഷയം. മിഥുന് ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന മിഥുൻ പോയി വണ്ടിയായിരുന്നു, കാറിലിരുന്ന് സിനിമ കണ്ട കാര്യം എന്താ? അപ്പന് വരെ അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നാട്ടിൽ തന്നെ 1 ലക്ഷം രൂപ അടുത്ത് ശമ്പളം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പണം കൊടുക്കുന്ന ആർക്കാണ്? ഇവർ അന്നന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനവിടെ കിടക്കുക, വീഡിയോ കാണുക വല്ലതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കുന്ന ദൈവം അവനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നേരം വിളിക്കത്തില്ല. ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പോൾ സേഫാണ് വിചാരിച്ചുകൊണ്ട് നാളെ അത് സേഫാണെന്ന് നിർബന്ധമില്ല. ദൈവത്തെ കൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ, കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ കൂടാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ, ഒരു ബ്ലാങ്ക് പീരീഡ് വരും. അപ്പോഴെന്ത് വേണം? ദൈവത്തിന് നമുക്ക് ആവശ്യമുണ്ടാകും. അതാണ് വിഷയം. ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആ വസ്തു നമുക്കൊരു അരിവാള് നമ്മളെവിടെ വെക്കണത്? എവിടെയെങ്കിലും അലമാരിയോ അടുക്കളയുടെ അലമാരിയുടെ അടിക്കൊണ്ട് അരിവാൾ വെച്ച് വെക്കും. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല, ഇല്ലേ? ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മുടെ അടുക്കള മുതുകത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത്. ഉടനെ അവിടെ അലമാരടിയിൽ പോയി നമ്മൾ അരിവാൾ എടുത്തുകൊണ്ട് വരും. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. തൽക്കാലം ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ പാത്ത് വെക്കും. ദൈവത്തെ പാത്ത് വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും, കുർബാന മുടങ്ങും. ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക, അരിവാളെ പാത്ത് വെക്കണ പോലെ നിങ്ങൾ ദൈവത്തെ പാത്ത് വെക്കുകയാണ്. ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത്. ഈ കൊടുത്ത പോയിന്റ് ക്ലിയർ ആയില്ലേ? വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും, ആവശ്യമുള്ളപ്പോൾ അത് എടുക്കത്തുള്ളൂ. നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അരയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് നമ്മൾ നടക്കണില്ലല്ലോ, ഇല്ല. അത് ആവശ്യമുള്ളപ്പോഴും പൊക്കെ ഓരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വ്യക്തിയല്ല, വസ്തുവാണ്. നീ നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, ഒരു ജീവിത ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല, വസ്തുവായിട്ട് കാണുന്നു. വസ്തുവായിട്ട് കണ്ടാൽ ദൈവം വർക്കൗട്ടല്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ എന്നെ കൂടാതെ, ഇപ്പൊ 15:5 യോഹന്നാൻ പറഞ്ഞ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിൻ്റെ കരത്തിൽ, നിൻ്റെ യാത്രയിൽ നിത്യമായി എന്നെയും കൂട്ടു. ഞാൻ നിൻ്റെ കൂടെ വരാൻ
ആഗ്രഹിക്കുന്നു. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കൈയടിക്കട്ടെ. ഇത്രയോളം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാരും ദൈവത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല. ഇപ്പം മിഥുനില്ലേ, മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തില്ല, അവൻ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക്കൊന്നും അല്ല. അയാൾ അത്യാവശ്യം കൊന്തയിലുള്ള ആളാണ്, വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ്, അതിനെതിരിപ്പൊന്നുള്ള ആളല്ല, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്കത് തോന്നണില്ല. മനസ്സിലായില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല. എന്താ കാര്യം? നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ്. യു ആർ എ സ്പിരിച്വൽ ഫ്രിജിഡിറ്റി. ഇതിനാദ്യം വേണ്ടത് അവയർനെസ്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റി, ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗമെന്ന് പറയുന്നത് അവയർനെസ്സാണ്. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം. നിങ്ങളിവിടെ ആയിരിക്കാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസാണ്. എന്താ കോൺഷ്യസ്? അവബോധമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത്, ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് അവളങ്ങനെ ഉടമ്പടി ജീവിക്കുകയാണ്. വേറെ എന്തോ കാര്യത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ടു. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തി വിളിച്ചിരിക്കുകയാണ്, എടി നിൻ്റെ ആങ്ങളയെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ്. ആ വണ്ടി കണ്ട ആങ്ങളെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നീ പേടിക്കാൻ പറയുകയല്ല, നീ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്ത്. ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ ഇവളൊരു കാര്യം പറയും, എൻ്റെ ആങ്ങളെക്ക് ഒരു ചുക്ക് സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന്. ഇതാണ് കവനൻ്റ് കോൺഷ്യസ് എന്ന് പറയണത്. കവനൻ്റ് കോൺഷ്യസ്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരികയില്ലേ. ഇപ്പം ചില ആൾക്കാർ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അച്ഛാ ഇത് കണ്ട അച്ഛാ, ഉടമ്പടി കാശുരൂപയില്ല, ഞാൻ കൊച്ചു കാശും കൊണ്ട് നടക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, കൊച്ചു ഉടമ്പടി കാശുരൂ എന്ത് ചെയ്യും? അപ്പം മിണ്ടത്തില്ല. അതെന്താ കാര്യം? അവർ മകൾക്ക് കൊടുത്തതാണേ, നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി കാശുരൂപം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഇനി വേണമെങ്കിൽ ഉടമ്പടി എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു വസ്തു തരികയല്ല. ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, ആ കാശ് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ്. അത് ഒരു ഓർമ്മയാണ്. നിങ്ങൾക്കറിയാവില്ല, ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത് ഓർമ്മ സ്റ്റേജിലാണ്. ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓർമ്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ഫോം? ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ്. ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസം എന്ന് പറയുന്നത്. ഓർമ്മ ഉണർത്തലാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈ കുർബാന, ആൾക്കാരുമായിട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ്. ആഘോഷമാണ് ശരിക്കും. എന്തിനാഘോഷിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ്. അതാണ്
മരണം പ്രഖ്യാപനമാണ്. ജീസസ് ഡൈഡ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നതാണ്, കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അപ്പോൾ എനിക്കിനി മരണമില്ല. ഞാൻ നിത്യത വരെ കർത്താവിനെ കണ്ടെത്തും വരെ, കൂടെ ജീവിക്കും വരെ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ്. അപ്പോൾ എൻ്റെ ത്വര എന്താണ്? എത്രയും വേഗം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത്, മരണമേ നിന്റെ ദംശനം എവിടെ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55. 1 കൊരിന്തോസ് 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അതിൻ്റെ വിഷപ്പല്ല് കർത്താവ് ഊരിക്കളഞ്ഞ്. പറഞ്ഞേ, മരണമേ നിന്റെ ദംശനം എവിടെ? അടുത്ത വചനം, മരണത്തിന്റെ ദംശനം പാപവും. മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ആരാണ്? ദൈവം. ആര് വഴിയാണ്? കർത്താവ് വഴി. അപ്പം നമുക്ക് വിജയം നൽകണ ദൈവമാണെങ്കിൽ, അത് കർത്താവ് വഴിയാണെങ്കിൽ, ആ വിജയം നൽകുന്നത് കർത്താവ്, അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രവൃത്തികളിൽ ഈശോയെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. നല്ല അപ്പൊ ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കണതും വെളിപാട് അവസാനിക്കണതും എന്താണ്? ഇനി മരണമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങളോർക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടല്ലാന്ന്? ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേറിനും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കേസായി. മാസ്ക് വെക്കാത്തതിന് പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടിട്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനെ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കൂടി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിരുസന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീട്ടി. ഇനി മരണമില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു.